കോഴിക്കോട് കാലിക്കറ്റ് എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ബ്രദറിനെ പിക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിലവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കാം. പലപ്പോഴും കാലിക്കറ്റ് എയർപോർട്ടിലുള്ള കൊള്ളയെപ്പറ്റി അവിടെ ഒരു വലിയ കൊള്ള നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു കൊള്ള നടക്കുന്നതിൻ്റെ ഒരു ശൈലി തന്നെ പ്രത്യേകം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻസിനെ വെച്ചുകൊണ്ടാണ് ഈ കൊള്ള നടത്തുന്നത്. ഞാൻ ഈ കൊള്ള എന്നൊക്കെ പറയുമ്പോൾ എന്ത് തരത്തിലുള്ള കൊള്ളയായിരിക്കും ഇത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. യഥാർത്ഥത്തിൽ ഈ കൊള്ള ചെയ്യുന്നത് തന്നെ ഡിപ്പാസ്റ്റർ, അതായത് ഇവിടുന്ന് വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തേക്കോ പോകുന്നവരല്ല കൊള്ള ചെയ്യുന്നത്, അവിടുന്ന് തിരിച്ചു വരുന്നവരെയാണ് കൊള്ള ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. പക്ഷേ ഈ തിരിച്ചു വരുന്നവരെ എങ്ങനെയാണ് കൊള്ളയടിക്കുന്നത് എന്നുള്ളത് അതിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പോകുന്നവരെയാണ് കൊള്ളയടിക്കുന്നത്. പക്ഷേ ഞാനിത് പറയുമ്പോൾ ചില ആളുകളൊക്കെ പറയും, ഇതൊക്കെ എന്തോ ഇങ്ങനെ പറയാനുണ്ടോ, ആ പൈസ അങ്ങോട്ട് കൊടുത്തൂടെ എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ പറയുന്നു, ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു വിഷയം ആയിട്ട് നമ്മൾ ഇതിനെ കാണാൻ പാടില്ല. ഇതൊരു വലിയ വിഷയം തന്നെയാണ്. നാളെ ഇതുപോലെയുള്ള ഉത്തരേന്ത്യൻസിനെ വെച്ചുകൊണ്ട് ഒരു എയർപോർട്ടിൽ ഇത്തരം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇത്തരം ഏരിയ ഒരു ഉത്തരേന്ത്യൻസിനൊക്കെ ഏൽപ്പിച്ചുകൊണ്ട്, അവിടെ ഞാൻ മനസ്സിലാക്കിയത് ഇത്തരം ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ഉത്തരം പറയുന്നത് ഹിന്ദിക്കാരാണ്. കാരണം അവിടെ മലയാളികളല്ല അതിനു വേണ്ടി വെച്ചിട്ടുള്ളത്. ഏതായാലും എനിക്കുണ്ടായ ആ ഒരു അനുഭവത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം നിങ്ങളൊന്ന് കാണും, എന്നിട്ട് ഞാനിതൊന്ന് ക്ലാരിറ്റി വരുത്തി തരാം. നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലെ ഒരു ഫ്രോഡ് പരിപാടിയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് അറൈവലാണ്. ഇതെന്താ സംഭവം? ഇതാ എന്താ സംഭവം? ഇതിന്റെ അവിടുത്തെ പൈസ കൊടുക്കണം. വേറെ അവിടെ വേറെ പൈസ പിരിവാ? എന്തിനാ എൻട്രി ഫീസ് ഓൾറെഡി നമ്മളിവിടെ ഇതാണില്ലല്ലോ, പാർക്ക് ചെയ്യണമെങ്കിലല്ലേ ഫീസുള്ളൂ. പാർക്ക് ചെയ്തിട്ടില്ലേ ഫീസ് ഉണ്ടാ? ഭയങ്കര കള്ളത്തരാട്ടോ പരിപാടി. ഇത് ഭയങ്കര ഫ്രോഡ് പരിപാടി കണ്ട. അതായത് ഞാൻ നിലവിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു തട്ടിപ്പ്. കാലിക്കറ്റ് എയർപോർട്ടിലെ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ തുറക്കാത്തത്? കാലിക്കറ്റ് എയർപോർട്ടിലെ തട്ടിപ്പ് എന്ന് വെച്ചാലേ, നമ്മൾ അവിടെ ആദ്യം എൻട്രി എടുക്കും. നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ കയറിക്കാണ്ട് ഇറങ്ങി പോകേണ്ടതിന് ഫീസ് വാങ്ങുക. ഭയങ്കര മോശം പരിപാടിയാണ്. ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് വെറുതെ ഒരു ഫീസ് അടക്കണം. ഇപ്പം നമ്മളിതാ ഇനി അടുത്ത എൻട്രി. ഞാനത് മുന്നേയും ഇതേ വിഷയം പറഞ്ഞിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കയറിയിട്ട് നമ്മൾ അതായത് നമ്മൾ വൺസ് കയറി ഫസ്റ്റ് അവിടെ നമ്മൾ ടിക്കറ്റ് നമുക്ക് എടുത്തുനിന്ന് വാങ്ങും, ടിക്കറ്റ് എടുക്കും. അതെന്തിനാണ്? ആ ടിക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈം ഔട്ട് ആവണം. അപ്പോൾ നമുക്ക് പൈസ വേണ്ട. ഇത് നമ്മൾ അറൈവൽ ആണെങ്കിൽ, ഡിപ്പാസ്റ്റർ ആണെങ്കിൽ നമ്മളെടുത്തുനിന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറണ്ട. അറൈവലേക്ക്, അതായത് ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. ഇത് ഭയങ്കര മോശം പരിപാടി. കാലിക്കറ്റ് എയർപോർട്ടിലുള്ള ഇപ്പം അടുത്തും കൂടെ അത് അവിടെ പാർക്കിങ്ങിലിടാണ്. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വെറുതെ കയറി ഇറങ്ങിയാൽ ഒരു എൻട്രി ഫീ വാങ്ങുക. ഞാനിതിപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇത് എന്തിനാ അങ്ങനെയാണ്. ഇത് ഒരു അന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ചെയ്യേണ്ടത്. ന്യായമല്ല. ഈ നോക്കിക്കോളി, ഇനി ഒരു എൻട്രി ഫീസ് നമ്മളെടുത്ത് നിന്ന് വാങ്ങൂലേ? മനസ്സിലാ? എൻട്രി ഫീസ് ഇപ്പം അടുത്തും കൂടെ ഇവിടെ കാലിക്കറ്റ് എയർപോർട്ടിൽ ഈ അടുത്തുകൂടെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളൂ. എയർപോർട്ട് നമ്മളിപ്പോൾ അവിടുന്ന് കണ്ടില്ലേ, നമ്മൾ ആദ്യം എൻട്രിയിൽ ഒരു ഫീസ് അടിച്ചു. ഫസ്റ്റ് എൻട്രിയിൽ ഫീസ് അടിച്ചിട്ടില്ല, അവിടുന്ന് ടോക്കൺ തന്നു. ആ ടോക്കൺ തന്നിട്ട് നമുക്ക് അറൈവലേക്കാണെങ്കിൽ നമ്മൾ എൻട്രി ഫീസ് അടക്കണം വേറെ. അതേപോലെ ഡിപ്പാസ്റ്റർ ആണെങ്കിൽ, അതായത് നമ്മൾ എൻട്രി ഫീസ് അടക്കണ്ട. ഡിപ്പാസ്റ്റർ ആണെങ്കിൽ നമ്മൾ എൻട്രി ഫീസ് അടക്കണ്ട. അപ്പൊ കണ്ട, നമ്മളിപ്പോ അറൈവലാണ്. ഇനി നമുക്ക് വേറെ ഒരു ഫീസ്, അവിടെ ഒരു ഫീസ് കെട്ടണം. ഇത് ഭയങ്കര ഒരു എന്താ പറയാ, എയർപോർട്ട് അതോറിറ്റിന്റെ കളിയാണോ അതല്ല ഇതൊരു മാഫിയന്റെ കളിയാണോ ഒന്നും നമുക്ക് അറിയില്ല. കാരണം അത്രക്ക് തട്ടിപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ,
കണ്ടോ ഇത് ഈ വണ്ടി കാരണം എന്താ അറിയോ ഈ അറൈവലായിട്ടുള്ള ആളുകൾ വളരെ സ്ലോവിൽ ഇതാവുള്ളൂ. അപ്പം എങ്ങനെയും ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരാ അല്ലെങ്കിൽ വരുന്നവരെ പിയ്യാന്നുള്ളതാണ് സിസ്റ്റം. പോകുന്നവരാണ് പോട്ടെ. ഈ കഴിഞ്ഞ ഇപ്പം 2-3-4 ദിവസം മുന്നേ കൂടെ ഈ വിഷയത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഈ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് എയർപോർട്ടിലെ പിന്നെ കൊള്ള നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ഭയങ്കരമായിട്ട് ഒരു ക്യാമ്പയിനും ഇതിട്ടൊക്കെ വലിയ പരിപാടിയൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇത് നിന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫീസ് കെട്ടണം. ഇവിടെ ഒരു എൻട്രി ഫീ ഇറങ്ങേണ്ട ഒരു ഫീസ് കൊടുക്കണം. ഇനി ഇതുകൊണ്ട് ഇത് ഇവിടെ ഭയങ്കര ലാഗ് ആയതുകൊണ്ട് തന്നെ ആ ഫീസ് ഇതാക്കിയതിന് ശേഷം നമുക്ക് ഇനിയൊരു ടോക്കൺ തരും, ഒരു സ്ലിപ്പ് തരും. എന്നിട്ട് നമ്മൾ ഈ എക്സിറ്റ് ആകുമ്പോൾ നമുക്ക് വേറൊരു ഫീസും. പക്ഷെ ഒരൊറ്റ ഫീസാണെങ്കിൽ ഓക്കെ. ഇത് നമ്മളിവിടെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ ഓക്കെ, പാർക്കിംഗ് ഫീ ഇടാം. അതൊന്നും അല്ലാതെ നീചമായ വളരെ മോശമായിട്ട് എങ്ങനെയും ഈ എയർപോർട്ട് സംവിധാനം ഇതാക്കണം, അല്ലെങ്കിൽ എയർപോർട്ടിലൊരു കൊള്ള നടത്തുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഞാനിപ്പോൾ വളരെ സ്ലോ ആയിരിക്കും കേട്ടോ. അപ്പം ഏതൊരാളും സ്ലോയിലാണ് ഇവിടുന്ന് പോകാൻ കഴിയുള്ളൂ. എയർപോർട്ടിൽ നിന്ന് ഈടാക്കുക. കാരണം നിലവിൽ എയർപോർട്ടിന് ഒരുപാട് ഇൻകണ്ട്. ഓരോ ടിക്കറ്റ്സുമെന്ന് പലതിമെന്ന് എയർപോർട്ടിന് നിലവിൽ ഇൻകണ്ട്. അപ്പം ഇതൊരു മാഫിയാണെന്നുള്ള കണ്ടോളി. ഇത്തരത്തിലുള്ള വളരെ മോശം പരിപാടി ചില ആളുകളൊക്കെ ചെയ്യുന്നത് എന്താ അറിയോ, അറൈവൽക്ക് കയറൂല. ബുദ്ധിയുള്ളവരൊന്നും അറൈവൽക്ക് കയറൂല. ഞാനിപ്പോൾ അപ്രതീക്ഷിതമായി ഞാനും പെട്ടുപോയി. ഞാൻ മുന്നേ നാള് അപ്പം അവർ അറൈവൽക്ക് നമ്മളെ കയറ്റി വിടും. കണ്ട അതുപോലെ വെറുതെ കയറ്റി വിടും. നീ ചോദിച്ചു നോക്കണം എന്തിനാണ് ഈ പൈസ. ഇത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു പിന്നെ മാഫിയനെ എയർപോർട്ടിലെ ഇത്തരം സർവീസ് ഏൽപ്പിച്ചൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് കണ്ടോ. ഇനി വീണ്ടും ഒരു സ്ലിപ്പ് തരാണ്. ഇപ്പൊ എനിക്കൊരു സ്ലിപ്പ് തന്നു. നിലവിൽ ഇതെന്താണ് പരിപാടി? ഇതെന്താ പരിപാടി? वो क्या 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 करने का? क्या चीज के लिए? एंट्री चार्ज. क्या एंट्री चार्ज है? क्या एंट्री चार्ज? वो सही है. क्या चीज है? उधर ही दूसरा पीस है. नहीं. क्या इसमें 30 मिनट एड है पार्किंग चार्ज. क्या पार्किंग चार्ज है? वो देखो ये इधर ही मैं पार्किंग नहीं किया. मैं पार्किंग नहीं किया. ठीक है हाँ. लेकिन 30 मिनट है. हाँ. पार्किंग 40 रुपीज में एड है. आप 30 मिनट रुक सकता है किधर से? इधर से मैं अभी रुका 30 मिनट अभी मैं रुका. नहीं रुक सकता है. इसमें एड है. मेरे को इधर ही 30 मिनट इधर रुका सकता भी है. इसमें मेंशन है ना. हाँ तो देखना चाहिए ना. हाँ 40 रुपीज पे करो. हाँ. കണ്ടങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ആളുകളെ പറ്റിക്കുന്ന പരിപാടി. ഇത് കാലിക്കറ്റ് എയർപോർട്ട് ഇത്തരം മാഫിയകളൊപ്പം സഹകരിച്ച് ഈ പരിപാടി എന്ന് നിർത്തുന്നോ അന്ന് ഇതൊക്കെ സജീവമായിട്ട് ഇവിടെ വലിയ വിമാനം വരുന്നില്ല. ക്യാ ചീസ് ഹൈ? इधर से क्या देखना चाहिए? किधर से देखना है? वो लास्ट है. वो दूसरा फीस है. उधर ही कोई भी नहीं है. അങ്ങനെ ഫീസ് ഇല്ലെങ്കിൽ അത് ഓക്കെ. പക്ഷേ നമുക്ക് ഇവരെ വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനെ ബ്രദറിനെ പിക്ക് ചെയ്തു കേട്ടോ. ഇനി വില കളി എന്താണെന്ന് നോക്കാം. ഇനി ഇവിടെ ഒരു പൈസ വാങ്ങലിൻ്റെ പരിപാടി വരും. അതിനാണ് ഇപ്പം നമ്മൾ കാത്തൊക്കെയുണ്ട്. കാരണം എന്താ പറയുക, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രാവശ്യം ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു 2 ദിവസം മുന്നേ പോലും എയർപോർട്ടിലെ കൊള്ള നമ്മൾ നിർത്തിക്കണോ. അതുമായി ബന്ധപ്പെട്ടിട്ട് അതിനൊക്കെ ഭയങ്കര എതിരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ഏതോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ MLA ആരൊക്കെ അതിനെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും തീരുമാനപ്പെടുകയോ ആയിട്ടില്ല. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇപ്പം നേരത്തെ കണ്ടില്ല അവിടെ ഒരു എയർപോർട്ട് എൻട്രി ഫീസ് അടിച്ചോ നിങ്ങൾ കണ്ട്. ഇനി ഇപ്പതാ നമ്മളിപ്പോൾ കുറച്ച് സമയമായിട്ടുള്ളൂ. ഇപ്പം കണ്ട ഇവിടെ ഇനിയൊരു പൈസ വാങ്ങൂട്ടോ. എന്നോട് വെയിറ്റ് ചെയ്യണേ. കണ്ട നമ്മളിപ്പോൾ അവിടെ പൈസ അടിച്ചു.
ഇനി ഇവിടെ അതാ കാരണം നേരത്തെ ഇപ്പം നേരെ നമ്മൾ പോന്നപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ആ ടിക്കറ്റ് എടുത്ത് പിന്നെ അതേപോലെ അവിടെ നേരെ ലാസ്റ്റ് പോയിട്ട് നമ്മൾ വീണ്ടും ഒരു എൻട്രി ഫീസ് അടിച്ചു കേട്ടോ. ഇനി ഇപ്പതാ കുറഞ്ഞ സമയമായിട്ടുള്ളൂ. ഞാൻ നിങ്ങൾ കണ്ടില്ലേ ഇവിടെയൊക്കെ ഈ കൗണ്ടറിലൊക്കെ ഇരിക്കുന്നത് ആരാണ്? ഉത്തരേന്ത്യൻസിനാണ് ഇരുത്തിയിട്ടുണ്ട്, അല്ലാതെ മലയാളീസ് അല്ല. ഇത് ഭാഷ അറിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ചോദിച്ചു ഹിന്ദി സംസാരിക്കുന്ന പറയുന്നുണ്ട്. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഭാഷ അറിയാത്തതും റെസ്പോണ്ട് ചെയ്യാത്തതും, കാരണം ആ കൗണ്ടറിൽ ഇരുത്തിക്കേണ്ട ആളെ തന്നെ ഒരു റൗഡി ലുക്കിലുള്ള ഒരാൾ. ഈ എയർപോർട്ട് ആദ്യ സമയത്ത് കാലിക്കറ്റ് എയർപോർട്ട് ഉണ്ടാകുന്ന സമയത്ത് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അവരെ സ്വന്തം റിസ്കിൽ ഫണ്ട് കൊടുത്തിട്ട് വരെ ഈ എയർപോർട്ടിനെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇത് ഗവൺമെൻറ്റിനൊക്കെ നൽകിയെങ്കിലും അത്രക്ക് ആളുകൾ ആത്മാർത്ഥമായിട്ട് ഈ എയർപോർട്ട് ഇവിടെ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇപ്പോഴും ഉണ്ട്. ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ കുറച്ചു കാലം ഈ എയർപോർട്ട് ഇല്ലായിരുന്നല്ലോ, എയർപോർട്ടൊക്കെ കംപ്ലീറ്റ് വലിയ ഫ്ലൈറ്റ് ഇറങ്ങാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു സംവിധാനം കണ്ട നിലവിൽ കണ്ടങ്ങള് നമ്മൾ എൻട്രായ ടൈം ഇപ്പോഴതാ കണ്ട. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഈ പവർ വിൻഡോ ഇതാണ് ലോക്കാണ്, അപ്പം അതുകൊണ്ട് ഇനി ഡോർ തുറന്നിട്ടാണ് ഇത് ചെയ്യുക. കണ്ടോ കണ്ട വീണ്ടും പൈസ ഈടാക്കി. കണ്ട വീണ്ടും പൈസ ഈടാക്കി. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നറിയോ, ഒരു 40 രൂപയല്ലേ വാങ്ങിയിട്ടുള്ളൂന്ന്. പക്ഷെ അതല്ല, ഒരിക്കലും അർഹിക്കാത്ത പൈസ ഇവിടുന്ന് വാങ്ങണം. ഇനി കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാക്കിയിട്ട് ഞാൻ പറയാം. കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് സാധാരണ പലർക്കും അറിയുന്നതായിരിക്കും, ആദ്യ സമയത്ത് ഫസ്റ്റ് അവിടേക്ക് എൻട്രി എടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്കൊരു ടോക്കൺ തരും. അങ്ങനെ ടോക്കൺ തരുന്ന സമയത്ത് നമ്മൾ ആ ടോക്കൺ ഉപയോഗിച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ അവിടുന്ന് ഔട്ടായി കഴിഞ്ഞാൽ നമ്മളെടുത്തുനിന്ന് ചാർജൊന്നും ഈടാക്കില്ല. പക്ഷേ ഇവിടെ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ആ വീഡിയോയിൽ. ഞാൻ അവിടുന്ന് ഫസ്റ്റ് ഒരു ടോക്കൺ എടുത്ത് ആ ടോക്കൺ എടുക്കുന്ന സീന് ഞാൻ അതിൽ കാണിക്കുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായി ഇത് വീണ്ടും ഇങ്ങനെ ഒരു സംഭവം, ഞാൻ മുന്നേയും ഈ ഒരു ഇത് സംബന്ധിച്ച് വീഡിയോ മുന്നേയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു കൊള്ള നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എയർപോർട്ട് അതോറിറ്റി ചാർജ് കൂട്ടിയതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ ചാർജ് കുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ സമരം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചാർജ് കുറക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ കൊള്ള നടത്തുന്നത്, കൊള്ള സംഘം ആണ് നടത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരം കൊള്ള സംഘത്തെ ഒരു നല്ലൊരു എയർപോർട്ട് സംവിധാനം നശിപ്പിക്കാൻ അയക്കരുത് എന്നുകൂടെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അനുഭവം ഞാൻ ഇനി ഒരു ക്ലിയർ ആൻഡ് കട്ടായിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട്. അതായത് ഞാനങ്ങനെ നേരെ പോയിട്ട് ഫസ്റ്റ് അവിടെ നിന്ന് ഒരു സ്ഥലം എത്തിപ്പെടുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് ഈ ആദ്യത്തിൽ ഞാൻ ആ ടോക്കൺ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ പുറത്തോട്ട്, അതായത് എനിക്ക് അവിടെ 2 ഓപ്ഷനാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുക. അതായത് കൂടെ വന്ന്, അതായത് പുറത്തേക്ക് അവിടെ നിന്നും എയർപോർട്ടിൽ നിന്നും വിമാനം കയറി പോകുന്നവരാണ് എങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ പിന്നെ ഇവർക്ക് എന്തോ ചെയ്യേണ്ട, നമുക്ക് വേറൊരു വഴിയാണ്. അതായത് ഗൾഫിലേക്ക് പോകുന്നവരാണ് കൂട്ടിയിട്ടാണ് വരുന്നത് വെച്ചെങ്കിൽ നമുക്ക് വേറെ വഴിയാണ്. അത് സാധാരണ അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ ആരെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള വഴി മറ്റൊന്നാണ്. അതിന് എന്തുകൊണ്ടാണ് ഇതിവിടെ ഈ പണം ഈടാക്കുന്നത് എന്നുകൂടെ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൂടെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഞാൻ ആ ഒരു വഴി അറൈവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ ഞാൻ സെലക്ട് ചെയ്തു. അറൈവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഏരിയയിലൂടെ ഞാൻ കടന്നുപോയി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരു ടോക്കൺ തരികയാണ്. ആ ടോക്കൺ തന്നതിന് ശേഷം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ അവർ നമ്മളെ കൊണ്ട് തള്ളിവിടുന്നത് ഒരു പാർക്കിങ്ങിലേക്കാണ്. എന്നിട്ട് നമ്മൾ ആ പാർക്കിങ്ങിൽ വെറുതെ വാഹനം ചുറ്റിച്ചതിന് ശേഷം അവസാനത്തിൽ അവിടെ ഒരു പണം ഈടാക്കും. എന്നിട്ടൊരു ടോക്കണും തരും നമുക്ക്. അതായത് ആദ്യത്തിൽ നമുക്കൊരു ടോക്കൺ തരുന്നുണ്ട്. ആ ടോക്കണ് യഥാർത്ഥത്തിൽ നിശ്ചിത സമയത്തിനുള്ളിൽ അവിടുന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ
ആ സമയത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ 1 രൂപ പോലും അടയ്ക്കേണ്ടതില്ല. പക്ഷേ ഇവിടെ ഒരു കൊള്ള, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ വാഹനം കടത്തി വിട്ടിട്ട് നമ്മൾ അറൈവലാണ്. കാരണം അറൈവൽ ത്രൂ മാത്രമേ കയറാൻ പാടുള്ളൂ, എന്നാലേ നമുക്ക് വന്ന ആളെ പിക്ക് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതിലേക്ക് തള്ളി വിട്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പിന്നെ ഞാൻ അവിടെ നെക്സ്റ്റ് അവിടെ ഒരു എക്സിറ്റ് ഉണ്ട്, നെക്സ്റ്റ് ഇതിലേക്ക് നമ്മളെത്തും. അവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം നിശ്ചിത സമയത്തിനുള്ളിൽ എന്നൊക്കെ അവിടെ വെക്കും. പക്ഷേ അവിടെ ചെറിയ ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത പോലെയാണ്. കാരണം അവിടെ ഒരു പ്രത്യേക ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാതെയാണ് ആ പാർക്കിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളൊന്ന് തിരിഞ്ഞ് കളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വീണ്ടും തിരിച്ചു വന്നിട്ട് നമ്മൾ അവിടെ ആ പേയ്മെൻറ്റ് അടക്കണം, അവിടെ ഒരു പൈസ ഈടാക്കും. പക്ഷേ ആ പണം ഈടാക്കുന്നതിലല്ല ഞാനിതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളിത് എന്തിനാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്, എന്തിനാണ് ഇതൊക്കെ? യഥാർത്ഥത്തിൽ നമ്മളിവിടെ ചൂഷണം ചെയ്യുന്നവരെ പലരും ഇത് മിണ്ടില്ല, നമ്മളിതറിയണം. പക്ഷേ ഞാൻ അതിന് ശേഷം വീണ്ടും അവിടുന്ന് അനിയനെയൊക്കെ പിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ലാസ്റ്റ്, അതായത് എയർപോർട്ടിൻ്റെ എക്സിറ്റിൽ എത്തിപ്പെടും. അവിടെ വീണ്ടും ഒരു പണം ഈടാക്കുന്നുണ്ട്. കാരണം അവിടെയാണ് യഥാർത്ഥത്തിൽ, അതായത് നമ്മളെ നിശ്ചിത സമയത്തിനുള്ള കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിലല്ല നമ്മൾ അതിൽ സമയം ഓവറായി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പണം അടച്ചാൽ മതി. പക്ഷേ ഇവിടെ ഇവർ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് വെറുതെ ഒരു എൻട്രി ഫീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെടുത്തുന്ന ഒരു പണം ഈടാക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം, ന്യായമാണോ ഇത്? സത്യം പറഞ്ഞാൽ ന്യായമാണോ ചെയ്യുന്നത്? അതായത് 2 സ്ഥലത്ത് നിന്ന് നമ്മളുടെ അടുത്ത് നിന്ന് പണം ഈടാക്കുന്നു. അതായത് ഇവിടെ യഥാർത്ഥത്തിൽ ഒരൊറ്റ എൻട്രിയിൽ നിന്ന് നമ്മളെടുത്ത് നിന്ന് ഒരു ടോക്കൺ വാങ്ങി എക്സിറ്റിൽ നിന്ന് പണം ഈടാക്കും നിശ്ചിത സമയത്തിന് അപ്പുറത്താണ്. ഇവിടെ മറ്റൊരു പണം കൂടെ ഈടാക്കുക എന്നുള്ളത് ചൂഷണമാണോ അല്ലേ എന്ന് നിങ്ങൾ പറയേ. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഇവിടുന്ന് കയറി പോകുന്നവർ, ഡിപ്പാസ്റ്ററായിട്ട് പോകുന്നവരെ അടുത്തുനിന്ന് ടിക്കറ്റിൻ്റെ പണം ഈടാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൽ നിശ്ചിത പണം ഈ എയർപോർട്ട് അതോറിറ്റിക്ക് ഉള്ളതാണ്. പക്ഷേ എയർപോർട്ടിൻ്റെ എന്തെങ്കിലും മെയിൻ്റനൻസ് സൗകര്യത്തിന് വേണ്ടിയിട്ട് പണം ഈടാക്കാം. പക്ഷേ ഒരു പ്രാവശ്യമായിരിക്കണം ആ പണം ഈടാക്കേണ്ടത്. ഇത് മറ്റൊരു ടീം ഇതിൽ കയറിയിട്ട് ഒരു കൊള്ള സംഘം കൂടെ ഉൾപ്പെട്ട് നമ്മളടുത്ത് വീണ്ടും പണം ഈടാക്കുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ കൊള്ളയടിക്കുന്ന രംഗം അല്ലേ? അപ്പോൾ ഇതാണ്, ഇതിനെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണ്? ഇത് ന്യായമാണോ അല്ലയോ നിങ്ങൾ പറയും. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള, മുൻപും എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം എയർപോർട്ട് അതോറിറ്റി ഇത് അറിയുന്നുണ്ടോ ഇല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ. കാരണം പല ആളുകളും ഇത്തരം ചൂഷണത്തിന് ഇടയാക്കപ്പെടുന്നുണ്ട്. കാരണം ഒരു എൻട്രി ഒരു എക്സിറ്റും ആണ്. അതായത് നിശ്ചിത സമയത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ ആ പണം നിശ്ചിത സമയം കഴിഞ്ഞാൽ നമ്മൾ ആ പണം ഈടാക്കണം. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടാമതൊരു പണം ഈടാക്കുന്നത് ഉള്ളിൽ നിന്നും? എന്നോട് പറഞ്ഞത് ഇതൊരു എൻട്രി ചാർജാണെന്ന്. എന്ത് എൻട്രി ചാർജ്? ആ ഒരു എൻട്രി ചാർജും അതിൻ്റെ ഉള്ളിൽ ഇതായിട്ടുള്ള ഒരു ചാർജൊക്കെ തന്നെയല്ലേ ലാസ്റ്റ് നമ്മൾ അവസാനത്തിലല്ലേ പണം വാങ്ങിക്കേണ്ടത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഇവിടെ ഒരു വലിയ കൊള്ള സംഘം ഉണ്ട് എന്നുള്ളത് സത്യമല്ലേ? ഏതായാലും നമ്മളെ ഇത്തരം സംവിധാനങ്ങളൊക്കെ നശിപ്പിക്കാൻ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഞാൻ ഇത് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ആളുകൾ പറയും എന്തിനാണ് ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് അല്ലേ? നമ്മൾ ചിന്തിക്കണം, ഈ ഒരു എയർപോർട്ടും സംവിധാനമൊക്കെ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മലപ്പുറത്ത്. ഇതിവിടെ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സംവിധാനം ഇവിടെ എത്തിപ്പെട്ടത്. പക്ഷേ ഇത് ചൂഷണം ചെയ്ത് ഇത്തരം കൊള്ള സംഘങ്ങൾ ഇത് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഈ ഒരു സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം.